ഹായ് ഓൾ വെൽക്കം ടു എൽലേൺ അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിലെ പോസ്റ്റ് ഗ്രാജുവേഷന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ CUET PG 2026 എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പൊ അതിന്റെ സ്കോർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരുടെ സൈറ്റിൽ സമർത്ത് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രൊസീജിയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിന്റെ സൈറ്റിൽ വന്നിട്ട് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇവിടെ നോട്ടിഫിക്കേഷനിൽ PG അഡ്മിഷൻ 2026-27 കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ലിങ്ക്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അറിയാം കാര്യം. സോ ആപ്ലിക്കേഷന്റെ ലിങ്ക് അവർ ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത് CUET.സമർത്തിന്റെ ആ ഒരു പോർട്ടലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ആയിരുന്നു. 21/5/2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/5/2026 ഓക്കെ, ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഒരു ടൈമിൽ മാത്രമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ലൈവ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫീസ് നോക്കുന്ന സമയത്ത് അവിടെ ഒരു കാറ്റഗറി വൈസ് അവർ ഫീസ് ഒന്നും പറയുന്നില്ല, പകരം എല്ലാവർക്കും 100 രൂപ വെച്ചിട്ട്, അത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ടാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഫുൾഫിൽ ദ ഫോളോയിങ് കണ്ടീഷൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്, CUET PG എക്സാം അപ്പിയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ കാൻഡിഡേറ്റ് എന്തായിരിക്കണം, മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബാച്ചിലേഴ്സിൽ 55% മാർക്ക് ഉണ്ടാവണം എന്നുള്ളത് ചില പ്രോഗ്രാമിന് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളത് അവർ കറക്റ്റ് നമ്മളോട് നോക്കാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് പ്രോപ്പർ ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ കുട്ടികൾ നോക്കേണ്ടത്. സോ മാസ്റ്റേഴ്സിൽ നമുക്ക് ആർട്സ് സബ്ജക്ട്സ് ഉണ്ട്, അതേപോലെ സയൻസ് സബ്ജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. ആർട്സ് സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ചൈനീസ്, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജർമ്മൻ സ്റ്റഡീസ്, ഗുജറാത്തി, ഹിന്ദി, ഹിന്ദു സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ ആൻഡ് റിലേഷണൽ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി ഒക്കെയാണ് വരുന്നത്. അപ്പൊ സയൻസ് സബ്ജക്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി, എൻവിറോൺമെന്റൽ സയൻസ്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ലൈഫ് സയൻസ്, നാനോ സയൻസ് ഒക്കെയാണ് വരുന്നത്. അതല്ലാതെ നമുക്ക് MEd ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ എത്രയാണ് ഇൻടേക്ക്, എത്ര സീറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകൾക്കും 33 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ നോക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ എക്കണോമിക്സിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേപ്പർ കോഡ്, അതായത് COQP10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഓൾറെഡി ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൺഫേം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും, ഒരു പോപ്പപ്പിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് എക്കണോമിക്സ്, അതായത് MA എക്കണോമിക്സിന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനി ഡിസിപ്ലിനുള്ള ഒരു ഡിഗ്രി മതി ബാച്ചിലേഴ്സിൽ എന്നാണ് അവർ പറയുന്നത്. അതേപോലെ ഇപ്പൊ ബാക്കിയുള്ള സബ്ജക്ട്സുകൾ നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ സയൻസ് സബ്ജക്ട്സിലേക്ക്, ലൈഫ് സയൻസിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് അതിന്റെ ടെസ്റ്റ് പേപ്പർ കോഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അവിടെ ബയോളജിക്കൽ സയൻസ് അല്ലെങ്കിൽ അലൈൻഡ് ഡിസിപ്ലിനിൽ മിനിമം 50% മാർക്ക് ഡിഗ്രിക്ക് വേണം എന്നവർ പറയുന്നുണ്ട്. പിന്നെ 5% റിലാക്സേഷൻ ഉണ്ട് ആർക്ക്, റിസർവ്ഡ് കാറ്റഗറിക്ക് എന്നുള്ള കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതേപോലെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് പേപ്പർ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബ്രൗസേഴ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിന്റെ കീ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആസ് കമ്പയർഡ് ടു അതർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗുജറാത്ത് എന്ന് പറയുന്നത് അവിടെ ഫീസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഫീസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് MA പ്രോഗ്രാമിന്റെ കേസാണ്. ഓക്കെ, അപ്പം MA പ്രോഗ്രാമിന് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് 5600 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ സെക്കൻഡ് സെമസ്റ്റർ ആയിക്കോട്ടെ, തേർഡ് ഫോർത്ത് ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ
മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. MSc പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെ കൂടും. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 6800 രൂപയാണ് വരുന്നത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് ഫീസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. അതാണ് അതിന്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്, രജിസ്റ്റർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സമർത്ഥ് പോർട്ടലിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, CUET PGക്ക് നിങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആയിട്ട് ഇവിടെയും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും CUET PGക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അത് ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇവിടെ റോൾ നമ്പർ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കന്റിന്റെ ഫുൾ നെയിം, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺസെന്റ് ചോദിക്കേണ്ടത് ഈ ഒരു കോളം ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാപ്ച കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സമർത്ഥ് പോർട്ടലിലേക്കാണ് പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിക്കും സമർത്ഥ് പോർട്ടലിലെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അവിടെ അവർ ചോദിക്കുന്നത് നമ്മളോട് ഏത് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ഇപ്പോൾ MA അല്ലെങ്കിൽ MSc എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. പിന്നെ അതിൽ ഏത് പ്രോഗ്രാം ആണ്, ഇപ്പോൾ സോഷ്യോളജി അല്ലെങ്കിൽ എക്കണോമിക്സ് എന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പൊ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, അതേപോലെ നാഷണാലിറ്റി, രജിസ്റ്റേർഡ് ഇമെയിൽ, പിന്നെ വേറൊരു ഇമെയിലും കൂടെ ചോദിക്കുന്നുണ്ട്, പെർമനന്റ് അഡ്രസ്, ഈ കാര്യങ്ങൾ, നിങ്ങളുടെ ജെൻഡർ ഏതാണ്, അതേപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. കാറ്റഗറി സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് എക്സ്പയർഡ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ നിങ്ങളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അണ്ടർടേക്കിംഗ് എടുത്തിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി റിലീജിയൻ കൊടുക്കുക, പിന്നെ മദർ ടങ് ഏതാണോ അത്, മൊബൈൽ നമ്പർ, ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ CUET ആയിട്ട് സെയിം ആയിട്ടുള്ളത് തന്നെ കൊടുക്കുക കേട്ടോ. അത് വീണ്ടും വീണ്ടും പറയുന്നത്, അതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷനെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് ആ രീതിക്ക് അത് സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളോട് പിന്നെ നിങ്ങൾ ഫാമിലി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളുടെ അമ്മയുടെ അച്ഛന്റെ പേര്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഒക്യുപ്പേഷൻസ്, മൊബൈൽ നമ്പർ ഒക്കെ അത് കറക്റ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫാമിലി ഇൻകം ചോദിക്കുന്ന സമയത്ത് OBC കാറ്റഗറി ഒക്കെ ആണെങ്കിൽ 8 lakh എബവ് ആണെങ്കിൽ നമുക്ക് എന്തില്ല, OBC സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു രീതിക്ക് നമുക്കത് വെക്കാനായിട്ട് പറ്റുണ്ടാവില്ല. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫാമിലി ഇൻകം എത്രയാണ് എന്നുള്ളത് നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇൻ കേസ് ആ ഒരു പ്രോഗ്രാം വേണ്ട, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിത്ഡ്രോ എമൗണ്ടും അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസും ഒഴിച്ചിട്ട് ബാക്കി ഫീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും എന്തുണ്ടാവുക, ആ പൈസ റീഫണ്ട് വരിക. സോ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെയോ നിങ്ങളുടേതോ നമ്പർ, അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അതായത് PWD കാറ്റഗറി അങ്ങനെ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ അക്കാഡമിക് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പ്രോഗ്രാമിന്റെ അവിടെ പോയിട്ട് നോക്കി അത് കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ 10th ടു ഗ്രാജുവേഷൻ വരെയുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നിങ്ങളോട് ഏത് ഇയറിലാണ് പാസ്സായിട്ടുള്ളത്, അതേപോലെ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയായിരുന്നു, നിങ്ങളുടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്, യൂണിവേഴ്സിറ്റി അതായത് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സോ അത് കൊടുക്കുക. 10th ശേഷം നിങ്ങളുടെ +2 ഫില്ല് ചെയ്യുക, +2 ശേഷം നിങ്ങളുടെ ഗ്രാജുവേഷൻ ഫില്ല് ചെയ്യുക. അപ്പൊ ഗ്രാജുവേഷൻ കൊടുത്തിട്ട് ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇയർ ഓഫ് പാസിംഗ് 2026 ആയിരിക്കും. സോ അപ്പിയർഡ് അല്ലെങ്കിൽ അപ്പിയറിംഗ് എന്നൊക്കെ കൊടുക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടെ അത് കൺഫേം ചെയ്യാം, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു അപ്ലോഡ് സെഷനിലേക്ക് പോവാണ്. അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ, അതേപോലെ തന്നെ സിഗ്നേച്ചർ, മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് കൊടുക്കുന്ന സമയത്ത് ഈ ഫോട്ടോ സിഗ്നേച്ചർ എന്ന് പറയുന്നത് JPG ഇമേജ് ഫോർമാറ്റിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫയൽ സൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ 10 KB ടു 500 KB ലിമിറ്റിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ അത് ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും ഫോട്ടോ സിഗ്നേച്ചർ, അതേപോലെ നിങ്ങളുടെ ഈ ഒരു
കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പിന്നെ CUETയുടെ അഡ്മിറ്റ് കാർഡും സ്കോർ കാർഡും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ 10th ക്ലാസ്സിൻ്റെത് അതേപോലെ +2യുടെ മാർക്ക് ഷീറ്റ് സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പ്രിവ്യൂയിലേക്കാണ് പോകുന്നത്. ഓക്കെ, പ്രീവ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫീസ് കാര്യങ്ങൾ, അതായത് നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് നടത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കാര്യങ്ങൾ റീഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഡിക്ലെയർ ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്തു ഞാൻ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് പേയ്മെന്റിലേക്ക് കടക്കാമെന്നുള്ളതാണ്. അങ്ങനെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ